നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നാളെ വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും അവസാനവട്ട ഒരുക്കത്തിലാണ്. പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഐശ്വര്യവും പ്രതീക്ഷയും നൽകുന്ന വിഷു നാളെ ലോകമെങ്ങുമുള്ള മലയാളികൾ ആഘോഷിക്കും. മലയാളി കുടുംബങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് ബഹറിനിൽ ശനിയാഴ്ച തന്നെ വിഷു ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കുടുംബങ്ങൾ ഒത്തുചേർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും സദ്യ ഒരുക്കുകയും ചെയ്തു. വിഷുക്കണി ഒരുക്കാനും സദ്യ ഒരുക്കാനുമായി അവസാനവട്ട ഒരുക്കങ്ങളും പ്രവാസികൾ പൂർത്തിയാക്കി. സൂപ്പർ മാർക്കറ്റുകളിൽ കൊന്നപ്പൂക്കൾ, വാഴയില തുടങ്ങിയവയ്ക്കായി ആവശ്യക്കാരും വർദ്ധിച്ചു. ലേബർ ക്യാമ്പുകളിലും വിഷുക്കണിയൊരുക്കി സദ്യയും കെങ്കേമമാക്കുന്നുണ്ട്. കണിക്കൊന്നയും വിഷുക്കണിയും കൃഷ്ണനും മലയാള അക്ഷരമാലകളും നിറയുന്ന വിഷുക്കോടികൾ ആഘോഷങ്ങൾക്ക് മിഴിവേകുന്നു. ബഹറിന്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയറിന്റെയും ഫോർമുല 1ന്റെയും 75ാം വാർഷിക ചടങ്ങിന് ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് ആതിഥേയത്വം വഹിച്ചു. ഫോർമുല 1 ഗൾഫ് എയർ ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ 2025ന്റെ വേളയിൽ ഗൾഫ് എയറിന്റെ പാഡക് ക്ലബ് സ്യൂട്ടിലാണ് പരിപാടി നടന്നത്. വ്യോമയാനത്തിലും മോട്ടോർ സ്പോർട്ടിലും ബഹ്റിന്റെ പ്രധാന സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനൊപ്പം ആഗോളവേദിയിലെ പതിറ്റാണ്ടുകളുടെ പുതുമ, മികവ്, നേതൃത്വം എന്നിവയും ഈ പരിപാടി എടുത്തു കാണിച്ചു. ചടങ്ങിൽ ഗൾഫ് എയറിന്റെ പുതിയ 75ാം വാർഷിക മുദ്രാവാക്യമായ 75 വർഷത്തേക്ക് ലോകത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന മുദ്രാവാക്യം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. ഗൾഫ് എയർ ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജെഫ്രി ഗോ, ഫോർമുല 1 പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സ്റ്റെഫാനോ ഡൊമിനിക്കലി എന്നിവർ പങ്കെടുത്തു. ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിന്നുള്ള വിശിഷ്ടാതിഥികളെയും പ്രതിനിധികളെയും ഗൾഫ് എയർ ഗ്രൂപ്പ് ചെയർമാൻ ഖാലിദ് താഖിയുടെ സാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്തു. ഫോർമുല 1 ഗൾഫ് എയർ ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ വിശാലമായ അന്താരാഷ്ട്ര പ്രേക്ഷകരെ ആകർഷിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക ഇനങ്ങളിലൊന്നായി തുടരുന്നു. ആഗോള മോട്ടോർ സ്പോർട്ട് കമ്മ്യൂണിറ്റിയിൽ ശക്തമായ സാന്നിധ്യം അടിവരയിടുന്ന ഒരു തന്ത്രപരമായ പങ്കാളിത്തത്തിൽ 2004 ബഹ്റൈനിൽ നടന്ന ആദ്യത്തെ ഫോർമുല 1 റേസ് മുതൽ ഗൾഫ് എയർ അഭിമാനത്തോടെ ഇവന്റിന്റെ ടൈറ്റിൽ സ്പോൺസറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കിങ് ഫഹദ് കോസ്വേയിലൂടെയുള്ള യാത്രക്കാർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്വയം ക്ലിയറിംഗ് ഏർപ്പെടുത്തി. സൗദി അറേബ്യയെയും ബഹ്റിനെയും ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേയിലൂടെയുള്ള യാത്രാസമയം കുറയ്ക്കുന്നതിനായാണ് സ്വയം ക്ലിയറിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. യാത്രക്കാർക്കുള്ള പുതിയ സൗകര്യങ്ങളുടെ ഭാഗമായാണ് സ്മാർട്ട് ക്യാമറകളുടെ ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണമായ ഫാസ്റ്റ് ട്രാക്ക് നടപടി. പ്രതിദിനം 2 മണിക്കൂർ എന്ന തോതിൽ നടത്തിയ പരീക്ഷണത്തിൽ സൗദി ഭാഗത്തുള്ള കസ്റ്റംസ് ഗേറ്റുകളിൽ ക്യാമറകൾ സ്വയം ക്ലിയറിംഗിനായി ഉപയോഗിച്ചു. ഇത് പാസ്പോർട്ട് നിയന്ത്രണ ഓഫീസുകളുമായി ബന്ധപ്പെടുത്തുന്നു. സ്റ്റോപ്പിംഗ് പോയിന്റുകളിൽ യാത്രക്കാർക്ക് നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിന് ഡേറ്റയും വാഹന വിവരങ്ങളും പിന്നീട് പരിശോധിക്കുന്നതാണ് പ്രവർത്തന രീതി. സൗദി ലൈസൻസ് പ്ലേറ്റുകളുള്ള കാറുകൾക്ക് ഒരൊറ്റ പോയിന്റ് ഈ നടപടിക്രമം ഉറപ്പാക്കുകയും ഉണ്ടായി. പരീക്ഷണം വിജയകരമാണെന്ന് തെളിഞ്ഞാൽ അത് എല്ലാ വാഹനങ്ങൾക്കും ബാധകമാക്കുവാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. VKS ഹാർമണി 2025 എന്ന വലിയ സാംസ്കാരിക സംഗമം ഓഗസ്റ്റ് 16 വൈകിട്ട് 5 മണി മുതൽ രാത്രി 11 മണി വരെ കണ്ണൂരിൽ സംഘടിപ്പിക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു. പരിപാടിയുമായി ബന്ധപ്പെട്ട യോഗം ഏപ്രിൽ 16 രാത്രി 8 മണിക്ക് സമാജം ഹാളിൽ നടത്തപ്പെടുമെന്നും സംഘാടകർ അറിയിച്ചു. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി എല്ലാ മലയാളി സംഘടനാ ഭാരവാഹികളെയും അംഗങ്ങളെയും സുഹൃത്തുക്കളെയും യോഗത്തിൽ പങ്കെടുക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ സഹകരണത്തോടെ മെയ് 1 വ്യാഴാഴ്ച വൈകിട്ട് 7 മണി മുതൽ 11 മണി വരെ മെഗാ മ്യൂസിക് ഇവന്റ് സുവർണം 2025 സംഘടിപ്പിക്കുന്നു. സൽമാബാദ് ഗൾഫ് എയർ ക്ലബിൽ ആണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. യൂണിക്കോൺ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ടൈറ്റിൽ സ്പോൺസറായി ഒരുക്കുന്ന ഷോയിൽ പ്രശസ്ത പിന്നണി ഗായിക രഞ്ജിനി ജോസ്, ഭാഗ്യരാജ് ആൻഡ് ബാൻഡ് ടീം എന്നിവരുടെ പരിപാടികളും അരങ്ങേറും. സുവർണം 2025 എന്ന മഹത്തായ പദ്ധതിയുടെ ഭാഗമായി ബഹ്റൈനിൽ താമസിക്കുന്ന പത്തനംതിട്ട ജില്ലക്കാരനായ ഒരു പ്രവാസിക്ക് അസോസിയേഷൻ തന്റെ സ്വന്തം നാട്ടിൽ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഒരു മനോഹരമായ സ്വപ്ന ഭവനം നിർമ്മിച്ച് സമ്മാനിക്കും. ഈ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും. സുവർണം 2025 ഏവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. കലവറ റെസ്റ്റോറന്റിൽ നടന്ന പത്രസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു വി, സെക്രട്ടറി സുനു കുരുവിള, പ്രോഗ്രാം കൺവീനർ വിനീത്, രക്ഷാധികാരി സക്കറിയ സാമുവൽ, വൈസ് പ്രസിഡന്റ് മോൻസി ബാബു, ജോയിന്റ് സെക്രട്ടറി സിജി തോമസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മോനി ഉടിക്കണ്ടത്തിൽ, വിഷ്ണു പി സോമൻ, അരുൺകുമാർ, വിപിൻ മാടത്ത് എന്നിവരെ കൂടാതെ വിവിധ മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തു. ICF വെസ്റ്റ് റിഫ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും സ്വലാത്ത് മണ്ണുസും വിപുലമായ പരിപാടികളോടെ സമാപിച്ചു. ICF റിഫ റീജിയന് കീഴിലുള്ള വെസ്റ്റ് റിഫ യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന സംഗമത്തിൽ സയ്യിദ് ജുനൈദ് തങ്ങൾ പ്രാർത്ഥന നടത്തി. ഉമർ ഹാജിയുടെ അധ്യക്ഷതയിൽ ICF ബഹ്റൈൻ നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി ഉദ്ഘാടനം നിർവഹിച്ചു. MC അബ്ദുൽ കരീം ഹാജി, ഷംസുദ്ദീൻ സുഹരി വയനാട്, സുൽഫിക്കർ അലി അയിരൂർ, ഇല്യാസ് സൗദി പേരാമ്പ്ര,
ഇസ്മായിൽ മുസലിയാർ, അലി ഹാജി എന്നിവർ ആശംസകൾ നേർന്നു. അബ്ദുൽ നാസർ തിക്കോടി സ്വാഗതവും സയ്യിദ് സ്വാലിഹ് തങ്ങൾ നന്ദിയും രേഖപ്പെടുത്തി. നൌക ബഹ്റൈൻ മനാമ ബസ് സ്റ്റേഷനു സമീപമുള്ള അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയറുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 300-ൽ പരം ആളുകൾ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് നിർവഹിച്ചു. നൌക ബഹ്റൈൻ സെക്രട്ടറി അശ്വതി മിഥുൻ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ അനീഷ് ടി കെ അധ്യക്ഷത വഹിച്ചു. ആശംസകൾ നേർന്ന് നൌഫൽ, അൽഹിലാൽ മെഡിക്കൽ സെന്റർ, ഫാസിൽ വട്ടോളി, IYCC എന്നിവർ സംസാരിച്ചു. ബിനു കുമാർ നന്ദി രേഖപ്പെടുത്തി. നൌക ബഹ്റൈൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മഹേഷ് പുത്തോളി, രാജേഷ് PM, നിചേഷ്, മിഥുൻ, ജയരാജൻ, വിനീഷ്, അഞ്ജലി വിനീഷ്, പ്രസിഡന്റ് നിധീഷ് മലയിൽ എന്നിവർ ക്യാമ്പ് നിയന്ത്രിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഈ വരുന്ന ഏപ്രിൽ 30 വരെ സൗജന്യമായി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ ലഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വിസയോ മറ്റു രേഖകളോ ഇല്ലാതെ ബഹ്റിനിൽ കഴിഞ്ഞിരുന്ന ആന്ധ്ര സ്വദേശി രാമലു ചകലിയെ ഹോപ്പ് ബഹ്റിന്റെ സഹായത്താൽ നാട്ടിലെത്തിച്ചു. കൃത്യമായ ജോലിയോ ശമ്പളമോ ഇല്ലാതെ ദുരിതത്തിലായ ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഹോപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയും നിജസ്ഥിതി ബോധ്യപ്പെട്ട് സഹായിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. വിഷയം ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഔട്ട് പാസ് തരപ്പെടുത്തുകയും ചെയ്തു. യാത്രയ്ക്ക് ആവശ്യമായ എയർ ടിക്കറ്റും 14 വർഷത്തിനു ശേഷം നാട്ടിലെത്തുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് നൽകാൻ സമ്മാനങ്ങളടങ്ങിയ ഗൾഫ് കിറ്റും നൽകിയാണ് ഹോപ്പ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. ഹോപ്പ് പ്രവർത്തകരായ നിസാർ മാഹി, അഷ്കർ തല തുടങ്ങിയവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് സഹായിച്ച ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ, എമിഗ്രേഷൻ മേധാവികൾ, ഹോപ്പ് അംഗങ്ങൾ എന്നിവർക്ക് ഹോപ്പിന്റെ ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തി. വടകര സഹൃദയവേദി ബഹ്റൈൻ കെ രാമചന്ദ്രന്റെ അനുസ്മരണം നടത്തി. സഗയ BMC ഹാളിൽ ചേർന്ന യോഗത്തിൽ KR ചന്ദ്രന്റെ ഇഷ്ടഗാനങ്ങളിലൊന്നായ സാഗരം നീലസാഗരം ജോളി കൊച്ചിത്ര എന്ന ബഹ്റൈനിലെ പ്രശസ്ത ഗായകൻ ആലപിച്ചു. VSV ജനറൽ സെക്രട്ടറി ശശിധരൻ സ്വാഗതവും പ്രസിഡന്റ് R പവിത്രൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി. തുടർന്ന് സർവശ്രീ ശ്രീജിത്ത് പ്രതിഭ ബഹ്റൈൻ, റഷീദ് മാഹി, പ്രവീൺ നായർ, ചെമ്പൻ ജനാൽ തുടങ്ങി നിരവധി സാമൂഹ്യ പ്രവർത്തകർ KR ചന്ദ്രനെ അനുസ്മരിച്ചു. ഋതു വിനീഷ്, സുരേഷ് മണ്ടോടി, ഹനീഫ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് KR സ്മരണയെ ധന്യമാക്കി. വടകര സഹൃദയവേദിയുടെ ജാതിമത കക്ഷി രാഷ്ട്രീയാതീതമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ, സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായി നിലനിർത്തുന്നതാവണം ഈ അനുസ്മരണം കൊണ്ട് സാധ്യമാവേണ്ടതെന്നും ഈ കൂട്ടായ്മയുടെ സജീവതയാണ് രാമചന്ദ്രൻ ആഗ്രഹിച്ചതെന്നും പ്രസിഡന്റ് R പവിത്രൻ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് NP അഷ്റഫിന്റെ നന്ദി പ്രകടനത്തോടെ യോഗം സമാപിച്ചു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വർഷത്തെ ഹജ്ജ് സീസൺ കൊടും ചൂടിലുള്ള അവസാനത്തെ ഹജ്ജായിരിക്കുമെന്ന് അധികൃതർ. അടുത്ത വർഷം മുതൽ 16 വർഷത്തേക്ക് ക്രമേണ തണുപ്പ് സീസണിലായിരിക്കും ഹജ്ജ് കർമ്മം നടക്കുക. സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രമാണ് ഇത് സംബന്ധമായി അറിയിച്ചത്. ചന്ദ്ര കലണ്ടറിന്റെ ക്രമാനുഗതമായ വ്യതിയാനം കാരണം 2026 മുതൽ വാർഷിക ഇസ്ലാമിക തീർത്ഥാടനം ക്രമേണ ആദ്യം വസന്തത്തിലേക്കും ഒടുവിൽ ശൈത്യകാലത്തേക്കും മാറും. 2024 ഹജ്ജ് സമയത്ത് മക്കയിലെ താപനില 46 ഡിഗ്രി സെൽഷ്യസിനും 51 ഇടയിൽ കുതിച്ചുയർന്നു. അതിന്റെ ഫലമായി
ഒരു ദിവസം 2760-ലധികം ഹീറ്റ് സ്ട്രോക്ക് കേസുകൾ ഹജ്ജ് നാളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കൂടാതെ ചൂടുമായി ബന്ധപ്പെട്ട് നിരവധി മരണങ്ങളും ഉണ്ടായി. കാലാവസ്ഥാ വിഭാഗം റിപ്പോർട്ട് പ്രകാരം 2026 മുതൽ 2033 വരെ വസന്തകാല മാസങ്ങളിലാണ് ഹജ്ജ് കർമ്മം നടക്കുക. തുടർന്ന് 2041 വരെ ഒരു നീണ്ട ശൈത്യകാലത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. ക്രൈസ്തവ ലോകം ഇന്ന് ഭക്തിപൂർവ്വം ഓശാന ഞായർ ആചരിക്കുന്നു. യേശുക്രിസ്തു ജെറുസലേം നഗരത്തിലേക്ക് രാജകീയമായി പ്രവേശിച്ച സംഭവത്തെ അനുസ്മരിപ്പിച്ചാണ് ഓശാന പെരുന്നാൾ ക്രൈസ്തവ വിശ്വാസികൾ ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രത്യേക പ്രാർത്ഥനകൾ, കുരുത്തോല പ്രദക്ഷിണങ്ങൾ എന്നിവ നടത്തി വിശ്വാസികൾ ഭക്തിയോടെ ഈ ദിനത്തിൽ പങ്കുചേർന്നു. ഓശാന ഞായറോടെയാണ് വിശുദ്ധ വാരാചരണങ്ങൾക്ക് തുടക്കമാവുന്നത്. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമായി. സേക്രഡ് ഹാർട്ട് ചർച്ചിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ദില്ലി പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് സേക്രഡ് ഹാർട്ട് പള്ളിയിലേക്ക് നടത്തേണ്ട പ്രദക്ഷിണത്തിനാണ് അനുമതി നിഷേധിക്കപ്പെട്ടത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്നും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി അടക്കം BJP നേതാക്കൾ ക്രിസ്തുമസ്, ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളിയാണ് ദില്ലിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയം. ഇന്ന് വൈകിട്ടായിരുന്നു കുരിശിന്റെ വഴി എന്ന പേരിൽ കുരുത്തോല പ്രദക്ഷിണം നടത്താൻ തീരുമാനിച്ചത്. അതിനുള്ള അനുമതിയാണ് നിഷേധിച്ചത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി തടഞ്ഞതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. ആഫ്രിക്കയുടെ കിഴക്കു ഭാഗവുമായി ചേർന്ന് കിടക്കുന്ന ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ യൂറോണിയൻ ദ്വീപുകളിൽ ചിക്കൻ ഗുനിയ വ്യാപനമുണ്ടായ സാഹചര്യത്തിൽ കേരളം കരുതിയിരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 2006-2007 കാലഘട്ടത്തിലാണ് ഇതിനു മുൻപ് വ്യാപകമായ ചിക്കൻ ഗുനിയ ബാധ ഉണ്ടായത്. എണ്ണത്തിൽ അത്രത്തോളം ഇല്ലെങ്കിലും യൂണിയൻ ദ്വീപുകളിൽ ഇപ്പോൾ ചിക്കൻ ഗുനിയയുടെ വ്യാപനമുണ്ട്. സംസ്ഥാനത്തെ പ്രതിരോധം ശക്തമാക്കാൻ ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈഡിസ് ഈജിപ്തി ആൽബോപിക്സ് കൊതുകുകളാണ് ചിക്കൻ ഗുനിയ പരത്തുന്നത്. അതിനാൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും വ്യക്തിഗത സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലും മഴക്കാലപൂർവ്വ ശുചീകരണ യോഗങ്ങൾ ചേർന്നിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും കൃത്യമായി ചെയ്യണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.